വെൽക്കം ടു ഷാഹി ഇഫക്റ്റ്. എന്നാൽ എയ്ഡഡ് സ്കൂളുകളിൽ ഇൻഡിവിജ്വൽ മാനേജ്മെൻറ്റ്, കമ്മിറ്റി സ്കൂളുകൾ, സഭയുടെ സ്കൂളുകൾ, NSS, SNDP, MES, വ്യക്തിഗത മാനേജ്മെൻറ്റ്, ട്രസ്റ്റുകളൊക്കെ കീഴിൽ നടത്തുന്ന സ്കൂളുകൾ, ഓരോ സ്കൂളുകളിലും ഭിന്നശേഷിയുടെ നിയമനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിയമനം നടത്തേണ്ടതുണ്ട്. ഇപ്പോൾ ഒരു LP സ്കൂളിലാണെങ്കിൽ വെറും 4 ഓരോ ക്ലാസ്സുള്ള സ്കൂളിൽ 4 ഡിവിഷനുള്ളിടത്ത് 1 കൊടുക്കാനാണ് ഗവൺമെൻറ് ഒന്നാമത് കൊടുക്കണം എന്നുള്ള അവകാശവാദമാണ് ഉന്നയിച്ചത്. അപ്പോൾ 25%. UP സ്കൂളിലെ നിയമനവുമായി ബന്ധപ്പെട്ട ഒരു പ്യൂണ് കേഡർ ബേസിൽ വന്നു കഴിഞ്ഞാൽ ഒരു പ്യൂണുള്ള പോസ്റ്റ് എങ്കിൽ ആ ഭിന്നശേഷി കൊടുക്കാൻ 100% സംവരണമായി മാറി. സംവരണത്തെ സംബന്ധിച്ച് വളരെ സ്പഷ്ടമായി ബഹുമാനപ്പെട്ട സുപ്രീം കോടതി വരെ കണ്ടെത്തിയ 51%-ലധികം എന്തില്ല, സംവരണത്തിൻ്റെ അവകാശമില്ല. അപ്പോൾ ഇവിടെ എത്ര വരുന്നത്? 100% സംവരണം വരും. അപ്പോൾ അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇത് സംബന്ധിച്ച് ഒത്തിരി കേസുകൾ വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ വാദം പൂർത്തിയായി വിധി പറയാൻ വെച്ചിരിക്കുകയാണ്. ഒന്നാമത്തെ കൊടുക്കണോ, 25ാമത്തെ കൊടുക്കണോ, ഒന്നാമത്തെ കൊടുക്കണോ, 33ാമത്തെ കൊടുക്കണോ എന്നതാണ്. ഗവൺമെൻറ് സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ജില്ലയിലെ മൊത്തം സ്കൂളിന് കണക്കാക്കിയിട്ട് ആകെ ശതമാനം കണക്കാക്കുമ്പോൾ എണ്ണം കുറഞ്ഞു. ഇടക്കാല വിധി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട്, നിയമനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അധ്യാപകർ അപ്രൂവൽ കിട്ടാത്തതും ഭിന്നശേഷിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് 2 ഇടക്കാല വിധികൾ വന്നു. ആ വിധിയിൽ പറഞ്ഞത് 8, 11, 21 വരെ വെച്ചവരുടെ അധ്യാപകരുടെ ശമ്പള സ്കെയിലും ബാക്കി വരുന്ന നിയമനങ്ങൾ ദിവസക്കൂലി അടിസ്ഥാനത്തിൽ കൊടുക്കണം എന്ന് തന്നെ പറഞ്ഞിട്ടുള്ളത്. അതിനൊന്നും ആരും എതിരല്ല, ഇവിടെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇവിടെ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറേറ്റിൽ നിന്ന് ഇറങ്ങിയ സർക്കുലർ പ്രകാരം 2008, 11, 2021 അന്ന് ശേഷമുള്ള നിയമനങ്ങളൊക്കെ തന്നെ വീണ്ടും പ്രപ്പോസൽ കൊടുക്കണമെന്ന് പറഞ്ഞാൽ 3 വർഷം 4 വർഷം കഴിഞ്ഞതിന് ശേഷം വീണ്ടും നിയമനം കൊടുക്കാൻ പറഞ്ഞാൽ ആ നിയമന പ്രപ്പോസൽ വളരെ പ്രയാസം, പ്രതിസന്ധി സൃഷ്ടിക്കുന്നതാണ്. കാരണം ഒരാളെ നിയമിച്ചു, സമന്വയ സോഫ്റ്റ്വെയറിലൂടെ ഫയൽ അയച്ച് എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് 3 വർഷം കഴിഞ്ഞിട്ട് വീണ്ടും നിയമിക്കുമ്പോൾ അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കിട്ടേണ്ട ക്ലെയിം ഇല്ലാതാകുക. ഉദാഹരണത്തിന് 39 വയസ്സ് 40 വയസ്സ് കഴിഞ്ഞ ആളുകളെ സംബന്ധിച്ച് 5 കൊല്ലം കഴിഞ്ഞതിന് ശേഷം വീണ്ടും നിയമനം വരുന്ന സമയത്ത് അവരുടെ ഏജ് ഓവർ ആയിട്ടുണ്ടാവും. പിന്നെ ആരെക്കൊണ്ടും നിയമനം നടത്താൻ ഇപ്പോഴത്തെ നിലവിലെ വ്യവസ്ഥ പ്രകാരം ഇല്ല. വിദ്യാഭ്യാസ അവകാശ നിയമവും അതുപോലെ തന്നെ കേരള വിദ്യാഭ്യാസ ചട്ടങ്ങളും നിയമങ്ങളും റൂളിൽ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. സ്ഥിരം തസ്തികയിൽ ദിവസക്കൂലി അടിസ്ഥാനത്തിൽ ആളെ നിയമിക്കാൻ പാടില്ല. ഒരു കൊല്ലത്തിൽ കുറഞ്ഞ ലീവ് വേക്കൻസികളിൽ ദിവസക്കൂലി അടിസ്ഥാനത്തിൽ നിയമനം നടത്താം. പ്രൊട്ടക്ടർ അധ്യാപകർക്ക് മാറ്റിവെച്ചിട്ടുള്ള കേരള വിദ്യാഭ്യാസ ചട്ടം അധ്യായം 21 റൂൾ 7(1) പ്രകാരം HTV വേക്കൻസിയിൽ കൊടുക്കാം. 7(2) അഡീഷണൽ പോസ്റ്റിന് വേണ്ടി പ്രൊട്ടക്ടർ അധ്യാപകർക്ക് വെച്ചിട്ട് വേക്കൻസിയിൽ ദിവസക്കൂലി വെക്കാം. 7(3)A ന്യൂലി ഓപ്പൺ സ്കൂൾ വിഭാഗത്തിന് വെച്ചതിന് കൊടുക്കാം. 4 ലോങ് ലീവ് വേക്കൻസിയിൽ പ്രൊട്ടക്ടർ അധ്യാപകർ വെച്ചവർക്ക് കൊടുക്കാം. അതിനൊന്നും തടസ്സമല്ല. ഇവിടെ പ്രശ്നം എന്താ വെച്ചാൽ ഇന്ന് നേരിടുന്ന വലിയ പ്രതിസന്ധി കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, നേരത്തെ ജനറൽ സെക്രട്ടറി സൂചിപ്പിച്ച പോലെ ഭിന്നശേഷിക്ക് വേണ്ടി മാറ്റിവെച്ചിട്ട് പോലും, ഒഴിച്ചിട്ടിട്ട് പോലും ബാക്കിയുള്ള എല്ലാ നിയമനങ്ങളും ദിവസക്കൂലി വെക്കണം 4ഉം 5ഉം കൊല്ലം എന്ന് പറഞ്ഞാൽ ഇത് അധ്യാപക സമൂഹത്തോടുള്ള ദ്രോഹമാണ്. പിന്നീട് അവർക്ക് അവകാശം ഉന്നയിക്കാൻ പോലും പറ്റില്ല. അതേ സ്ഥാനത്ത് സ്ഥിരം തസ്തികയിൽ നിയമനം നടത്തുകയും ഭിന്നശേഷിയുടെ പ്രശ്നം പരിഹരിച്ചു കഴിഞ്ഞാൽ നിയമന തീയതി മുതൽ റെഗുലറൈസ് എന്ന് പറയുന്നുണ്ട്. അതിന് യാതൊരു തടസ്സമില്ല. അതിന് നിയമനം എന്തായിരിക്കണം? സ്ഥിരം തസ്തികയിൽ നിയമനം നടത്താം. ഭിന്നശേഷിയുടെ പ്രശ്നം എപ്പോഴാണോ പരിഹരിക്കുന്നത് അന്ന് മുതൽ റെഗുലറൈസേഷൻ ചെയ്യാം. ആരും എതിരല്ല. അതുകൊണ്ടാണ് പല കേസുകൾ ഇപ്പോൾ സുപ്രീം കോടതിയിൽ വരെ NSS കേസ് കൊടുത്തിട്ടുണ്ടല്ലോ. ഒഴിച്ചിട്ടിട്ടും മറ്റുള്ളവരുടെ അപ്രൂവൽ നൽകുന്നില്ല. നിയമപരമായി സത്യത്തിൽ 8, 11, 2023 മുതൽ ബാനാണ്. കുറേ നിയമന അംഗീകാരം കൊടുത്തിട്ടുണ്ടല്ലോ, അവരുടെ ശമ്പളം കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ദിവസക്കൂലി പോലും. അപ്പോൾ മാനേജ്മെൻറ്റ് അസോസിയേഷൻ ഗവൺമെൻറ്റിനോട് പറഞ്ഞ ഒരു ചർച്ചയ്ക്ക് തയ്യാറായി ഈ പ്രശ്നം രമ്യമായി പരിഹരിക്കണം. കോടതി വിധിയുടെ വെളിച്ചത്തിൽ തന്നെ കോടതിയുടെ നിരീക്ഷണം കണ്ടെത്തിയതും ഒക്കെ വ്യക്തമായി പറയുന്നത് എന്താ? ഭിന്നശേഷിയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. ഒരു സ്കൂളിൽ ഒരാളെ നിയമിക്കാനുള്ളെങ്കിൽ 5 തസ്തികയും 11, 12, 13, 14 പോലും നിയമന അംഗീകാരമില്ല. ഇപ്പോൾ പറയുന്നു അത് മുഴുവൻ പുനർനിയമനം ദിവസക്കൂലി അടിസ്ഥാനത്തിൽ വെക്കണം എന്നാണ് പറയുന്നു. അത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. നിലവിലുള്ള ചട്ടങ്ങളും റൂളും അനുസരിച്ച് സ്കൂൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തിക്കൊണ്ടുപോകുമ്പോൾ അതനുസരിച്ച് ബഹുമാനപ്പെട്ട കോടതി വിധി അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് പോകുന്നത്. അതിലേക്ക് അസോസിയേഷൻ ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ഇനിയും ഈ നിലപാടുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ സംഘടന ശക്തമായ സമരപരിപാടിയും മറ്റു കാര്യങ്ങളിലേക്ക് നീങ്ങേണ്ടി വരും. അധ്യാപക സമൂഹം തന്നെ വളരെ ആശങ്കയോടുകൂടിയാണ് ഇന്നും ഇന്നലെയായിട്ട് വാർത്ത ശ്രവിച്ച ശേഷം ഉണ്ടായിട്ടുള്ളത്. നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ആ വസ്തുതകൾ മനസ്സിലാക്കിക്കൊണ്ട് എത്രയും പെട്ടെന്ന് ഈ ഉത്തരവ് പിൻവലിച്ച് നിയമപരമായി തന്നെ നടത്തിക്കൊണ്ടുപോകുന്ന സ്ഥാപനങ്ങളിൽ
നിയമപരമായി നിയമനം ലഭിച്ചിട്ടുള്ള അധ്യാപകരുടെ അംഗീകാരവും ശമ്പളവും നൽകണമെന്നാണ് ഞങ്ങൾ. അത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം പറയുന്നത് നിയമിച്ച ആളുകളെ ഒരിക്കലും പിരിച്ചുവിടാൻ പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. പത്രത്തിലും വാർത്തയിലും നിയമിച്ചവരെ പിരിച്ചുവിടാൻ എവിടെ പറയുന്നില്ല. പക്ഷേ സ്ഥിരം തസ്തികയിൽ ഇന്നലെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവാവട്ടെ മലയാള മനോരമ പത്രത്തിലാണ് പ്രധാനമായിട്ട് ഒന്നാമത്തെ പേജിൽ വന്ന വാർത്തയ്ക്കായിരുന്നു അദ്ദേഹം ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി സംസാരിച്ചിട്ടുള്ളത്. ഇതിൽ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുള്ള വേർഡ്സിൽ സ്ഥിരം നിയമനം ഉറപ്പില്ല. സ്ഥിരം നിയമനങ്ങൾ താൽക്കാലിക നിയമനങ്ങളാക്കി മാറ്റിയാൽ സ്ഥിര നിയമനത്തിനുള്ള അവകാശം നഷ്ടപ്പെടും. അത് 100% ശരിയാ. പുനഃപരിശോധിക്കാൻ നിർദ്ദേശം നൽകില്ല എന്ന് പറഞ്ഞാൽ പിന്നെന്തിനാ നിയമിച്ച ആളുകളുടെ വീണ്ടും പുനർനിയമനം നടത്തേണ്ട ആവശ്യം? നിയമനാംഗീകാരം അങ്ങനെയല്ല. അദ്ദേഹം പറഞ്ഞത് അപ്രൂവൽ കിട്ടിയ കേസുകൾ പുനഃപരിശോധിക്കേണ്ടതില്ല എന്ന നിലക്കായിരിക്കും. കാരണം ഇപ്പം സർക്കുലറിൽ വളരെ വ്യക്തമായി, സർക്കുലറിൻ്റെ കോപ്പി വേണമെങ്കിൽ നിങ്ങളെല്ലാവരുടെ കയ്യിലുണ്ടായിരിക്കാൻ പറഞ്ഞത്, അതായത് 8/11/21 ശേഷം നടത്തിയിട്ടുള്ള നിയമനങ്ങൾ മാനേജർമാർ നടത്തിയിട്ടുള്ളത് നിയമന അതായത് സ്ഥിര നിയമനങ്ങളിലാണ്. എന്നിട്ട് എന്നാണോ ഈ ഭിന്നശേഷിയുടെ ഇഷ്യൂസ് പരിഹരിക്കുന്നത് അന്ന് മുതൽ പിന്നെ റെഗുലറൈസ് ചെയ്യാം. ഒരു താൽക്കാലിക നിയമനം നടത്തിയ ആളെ ഒരിക്കലും റെഗുലറൈസ് ചെയ്യാൻ നിലവിൽ നിയമം വ്യവസ്ഥയില്ല. ഒരു സെക്കൻഡ്, ഈ വാക്ക് ഈ മൂന്നാമത്തെ പാരഗ്രാഫ് ഒന്ന് വായിച്ചാൽ മതി. ബന്ധപ്പെട്ട ഉറപ്പ് വരുത്തേണ്ടതാണ്. ഹൈക്കോടതി വിധിന്യായങ്ങൾക്ക് വിരുദ്ധമായി ദിവസവേതന അടിസ്ഥാനത്തിൽ അല്ലാതെ സമർപ്പിക്കുന്ന നിയമന ഉത്തരവുകൾ മടക്കി നൽകേണ്ടതും പകരപ്രസ്തുത നിയമന ഉത്തരവുകൾ ദിവസവേതനത്തിൽ സമർപ്പിക്കുമ്പോൾ മറ്റു വിധത്തിൽ അർഹതയുള്ള പക്ഷം അപ്ലേറ്റ് ഉത്തരവുകൾക്ക് കാത്തു നിൽക്കാതെ അംഗീകരിച്ച് നൽകേണ്ടതുമാണ്. ഈ വാക്ക് ഇപ്പോൾ ഉണ്ടാക്കിയതാണ്. ഇപ്പോൾ മെനഞ്ഞാന്ന് വരെ ഞാൻ പറഞ്ഞു, കഴിഞ്ഞ ദിവസം വരെ സ്മൂത്തായി പോയിക്കൊണ്ടിരിക്കുന്ന ഭിന്നശേഷി വിഷയത്തിൽ കോടതി വിധിക്ക് വേണ്ടി എല്ലാവരും കാത്തിരിക്കുന്ന, ഭിന്നശേഷിക്കാരും ഗവൺമെൻറ്റും ഞങ്ങളും എല്ലാവരും കാത്തിരിക്കുന്ന, എന്നാൽ താൽക്കാലിക ഒരു ദിവസ അടിസ്ഥാനത്തിൽ അംഗീകാരം തന്നുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളെ മുഴുവൻ തകിടം മറിക്കുന്ന ഈ സർക്കുലറിലെ ഈ വാക്കുകളാണ് വിഷയം. അത് KER ചട്ടവും റൂളും വ്യവസ്ഥയ്ക്കും വിരുദ്ധമാണ്. അങ്ങനെ ചെയ്യാൻ ഒരു മാനേജർക്ക് നിയമപ്രകാരം അധികാരമില്ല എന്നാണ് ഞങ്ങൾ പറയുന്നത്. അത് ബഹുമാനപ്പെട്ട മന്ത്രിയോടും ഇന്ന് രാവിലെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ അടിയന്തര തീരുമാനം ഉണ്ടാവണം എന്ന് തന്നെയാണ് ആവശ്യപ്പെടുന്നത്. മന്ത്രി ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുമായി സംസാരിച്ചിരുന്നു. ഈ കാര്യങ്ങൾ ശ്രദ്ധയിൽ KCBC ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു, ഞങ്ങൾ അസോസിയേഷൻ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. ഏതായിരുന്നാലും ഇന്നിപ്പോൾ പൊതു അവധി ആയതുകൊണ്ട് ഓഫീസുകളില്ലാത്തതുകൊണ്ട് പ്രിൻസിപ്പൽ സെക്രട്ടറിയും പൊതുവിദ്യാഭ്യാസ ഡയറക്ടറും അതുമായി ബന്ധപ്പെട്ട വകുപ്പുമായി അടിയന്തരമായി ചർച്ച ചെയ്ത് പരിഹരിക്കാം, ചർച്ചയ്ക്ക് വിളിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. 2 ദിവസത്തിനകം ചെയ്യാമെന്ന് അറിയിച്ചിട്ടുണ്ട്. പക്ഷേ അല്ല, ഒരു പ്രപ്പോസൽ എന്നാ പറയുന്നത്. നമ്മൾ KE ആക്ടിലും റൂളിലും പറഞ്ഞത് ഫോം 27 അനുസരിച്ചുള്ള നിയമനമാണ്, സ്റ്റാറ്റ്യൂട്ടറി ആയിട്ടുള്ള. ആ നിയമനം സ്ഥിര നിയമനം നടത്താൻ കഴിയുള്ളൂ. റിട്ടയർമെൻറ്റ്, രാജി, മരണമൊക്കെ. ഒരു വേക്കൻസി കൊടുക്കാൻ വേണ്ടിയിട്ട് 5 വേക്കൻസി ദിവസക്കൂലി കൊടുക്കുന്ന എന്തിനാ? ദിവസക്കൂലി കൊടുക്കാനുള്ള ബുദ്ധിമുട്ട് എന്താ വെച്ചാൽ പിന്നീട് വരുന്നത് ഇതിൽ പറഞ്ഞ 8/11/21 തീയതിക്ക് ശേഷമുള്ള മറ്റു നിയമനങ്ങൾ ദിവസാടിസ്ഥാനത്തിൽ മാത്രമേ നടത്താൻ പാടുള്ളൂ. അത് ദിവസവേതനത്തിൽ അടിസ്ഥാനത്തിൽ നിയമിച്ചു കഴിഞ്ഞാൽ ആ അധ്യാപകരെ ഒരിക്കലും പിന്നീട് റെഗുലറൈസ് ചെയ്യാൻ കഴിയില്ല. അത് സ്റ്റാറ്റ്യൂട്ടറി അല്ലേ? അത് നിയമപരമായി നേരിടും. കാരണം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ നമുക്കറിയാം, സുപ്രീം കോടതി വരെ കണ്ടെത്തി, ഹൈക്കോടതി വരെ നിർദ്ദേശിച്ചിട്ടുള്ള കാര്യങ്ങൾ ഒരു കാരണവശാലും സ്ഥിരം നിയമനങ്ങൾ, താൽക്കാലിക നിയമനം കേരള വിദ്യാഭ്യാസ ചട്ടങ്ങളിലോ റൂളിലോ ഇല്ല. ബഹുമാനപ്പെട്ട കോടതി കണ്ടെത്തിയ കാര്യങ്ങൾ ഗവൺമെന്റ് ചർച്ച ചെയ്യാം, റൂൾ ഭേദഗതി വരുത്താം. അതിനൊന്നും നമ്മളാരും എതിരല്ല. പാകപ്പിഴവായിട്ടല്ല അദ്ദേഹം പറഞ്ഞ കോടതി നടപടിക്രമങ്ങൾ പാലിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ചെയ്തതാണ്. അതിൽ സർക്കുലർ എന്താ വന്നിട്ടുള്ള വീഴ്ചകളെന്ന് പരിശോധിക്കും. തീർച്ചയായിട്ടും അത് ആലോചിച്ച് തീരുമാനം എടുക്കാം എന്നാണ് പറഞ്ഞത്. 2 ദിവസം ചർച്ച നടത്താമെന്നാണ് മന്ത്രി പറഞ്ഞത്. ആ ചർച്ച ഉണ്ടായില്ല എങ്കിൽ, പരിഹാരം ഉണ്ടായില്ല എങ്കിൽ കൃത്യമായി മറ്റ് സംഘടനകളും KCBC അടക്കം SNDP അടക്കമുള്ള സംഘടനകളുമായി ചേർന്ന് അധ്യാപക സമൂഹത്തിനും ചേർന്ന് വളരെ ശക്തമായ സമര പരിപാടികൾ ആസൂത്രണം ചെയ്യും. ഞങ്ങളൊരു 3 ദിവസം അതിനുവേണ്ടി പ്രതീക്ഷിക്കുകയാണ്.
ഇല്ലെങ്കിൽ അതിനോടൊപ്പം നിയമ നടപടിയും ഞങ്ങൾ പിന്നെ സീനിയർ അഡ്വക്കേറ്റായ സുപ്രീം കോടതിയിലെയും ഹൈക്കോടതിയിലെ അഡ്വക്കേറ്റ്മാരുമായൊക്കെ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ കോടതികളിലേക്ക് വീണ്ടും വലിച്ചയക്കാതെ, കാരണം ഇതൊരു അധ്യാപകരുടെ വിഷയമാണ്. അവർ കഴിഞ്ഞ 3 വർഷമായി ജോലി ചെയ്യുന്നവരുടെ വിഷയമാണ്. അവരുടെ ആ നിയമനങ്ങൾ വീണ്ടും പിൻവലിച്ചിട്ട് വീണ്ടും ഡെയിലി വേസായിട്ട് ഞാനിപ്പോൾ വായിച്ചല്ലോ, വീണ്ടും അത് പ്രപ്പോസൽ മാറ്റി കൊടുക്കണമെന്ന് പറയുന്നത് ന്യായമുള്ള മനുഷ്യത്വരഹിതമായ പ്രവൃത്തിയാണ്. അതിൽ നിന്ന് ആവശ്യമില്ലാത്ത കൊണ്ടുവന്ന ഈ ഒരു നിബന്ധന ഗവൺമെൻറ് ഒഴിവാക്കണം. ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് 2-3 ദിവസം ബഹുമാനപ്പെട്ട മന്ത്രിയുടെ വാക്കുകൾ വിശ്വസിക്കുന്നു. പക്ഷേ 3 ദിവസം ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. സർക്കാർ സ്കൂളുകളിൽ സാർ പറഞ്ഞ പോലെ ജില്ലാടിസ്ഥാനത്തിലും സംസ്ഥാന അടിസ്ഥാനത്തിലും 4% എന്നുള്ളതാണ്. ഇൻഡിവിജ്വൽ സ്കൂളുകളിൽ 4 പേര് ഓരോരോ വ്യക്തികളുടെ സ്കൂളുകളാണ് ഇൻഡിവിജ്വൽ സ്കൂളുകൾ, എയ്ഡഡ് മാനേജ്മെൻറ്റ് സ്കൂളുകൾ. 100 പേരുള്ള ഒരു വിദ്യാലയത്തിൽ 4% പറയുമ്പോൾ 4 പേര് വെക്കാവുന്നതാണ്. പക്ഷേ 25 പേരുണ്ടെങ്കിൽ ഒരാളെ വെക്കാം. അതല്ല 4 പേരുള്ളവിടെ കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട്, ആക്ടിന് വിപരീതമായിട്ട് 4% പറഞ്ഞിട്ടുള്ള അത് 4%, അതിൽ കൂടുതൽ വെക്കരുതെന്ന് പ്രത്യേകം കോടതി പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ നിയമിക്കുന്ന നിയമനങ്ങൾ KR അനുസരിച്ച് സെക്ഷൻ 11 അനുസരിച്ച് മാനേജർ നിയമനം നൽകിയാൽ അപ്രൂവ് ചെയ്യേണ്ടത് സാങ്കേതികം മാത്രമാണ്. അത് സ്ഥിര നിയമനങ്ങൾ മാനേജർ നടത്തുമ്പോൾ സാങ്കേതികം മാത്രമാണ്. അപ്പോൾ കോടതി ഉത്തരവിനനുസരിച്ച് ദിവസവേതന അടിസ്ഥാനത്തിൽ അംഗീകാരം തന്നിട്ടുണ്ട്. ഈ പറയുന്ന പോലെ 8/11/2021 മുതൽ കഴിഞ്ഞ കാലങ്ങളിലെല്ലാം സ്ഥിരം നിയമനങ്ങളിൽ ഈ കോടതി വിധി വന്ന ശേഷം 1/11/2023 പ്രകാരം എല്ലാവരുടെയും സ്ഥിര നിയമനം തന്നിട്ട് ഡെയിലി വേസ് തന്നിട്ടുണ്ട്. എങ്ങനെ സർ? സർക്കാർ പറയുന്നത് താൽക്കാലികമായി നിയമിക്കാന്നുള്ള, അപ്രൂവൽ തരിക എന്നുള്ള, നിയമനം സ്ഥിരമാണ്. ഗവൺമെൻറ് സ്കൂളുകളിൽ ചെയ്യുന്നതിനെ കുറിച്ച് ഞങ്ങൾക്ക് വ്യക്തമായ ധാരണയില്ല. പക്ഷേ എയ്ഡഡ് വിദ്യാലയങ്ങളിൽ ഞങ്ങൾ ആവശ്യപ്പെടുമ്പോൾ അതിന് വേണ്ടിയിട്ട് ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയിട്ട് മാറ്റിവെച്ചിട്ടും അതിനാളെ കിട്ടാനില്ല, മാറ്റിവെച്ചിട്ടും മറ്റ് അപ്രൂവലുകളൊന്നും തരുന്നില്ല. ഇതൊക്കെ കുട്ടികളെ പഠിപ്പിക്കാനായിട്ടാണ് വിദ്യാലയം. അവിടെ പഠിപ്പിക്കാൻ അധ്യാപകരില്ലെങ്കിൽ എങ്ങനെ പഠിപ്പിക്കാൻ കഴിയാം? ഇതിനെതിരെ ഞങ്ങൾ ശക്തമായ പ്രക്ഷോഭമായിട്ട് തന്നെ മുന്നോട്ട് പോകും. നിയമപരമായും പോവും, സംഘടനാപരമായും പ്രക്ഷോഭ പരിപാടികളെയും മുന്നോട്ട് പോകും. താങ്ക് യു. വീണ്ടും കാണുന്നതുവരെ ഏവർക്കും ഷാഹി ഇഫക്റ്റിന്റെ നന്ദി, നമസ്കാരം.